സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്. കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ്, ചേലക്കര. കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ കീഴിലെ ജീവനക്കാർ ദുരിതത്തിൽ. 15 മാസത്തോളമായി സർക്കാർ വിഹിതം ലഭിക്കുന്നില്ല എന്ന് തൊഴിലാളികൾ. തുച്ഛമായ വേതന വിഹിതം പോലും ലഭിക്കാൻ വർഷം തോറും സമരത്തിനിറങ്ങേണ്ട ഗതികേടിലാണെന്ന് പ്രായമായവർ ഉൾപ്പെടെയുള്ള വനിതകൾ. ചേലക്കര തോന്നൂർക്കരയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റൈറ്റ് വിഷൻ ബിഗ് സ്റ്റോറി. അത്രയും വിഷമത്തിലാണ്. നമുക്ക് ആരും ഇല്ല. മരണം ഒരു പരിഹാരമല്ലല്ലോ. ആ സമരത്തിന് പോകാൻ കയ്യിൽ കാശില്ല. ഒരു 3 മാസത്തെ പോലും ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് അംഗീകരിച്ച് തന്നിട്ടില്ല. പത്തിരണ്ടായിരത്തോളം തൊഴിലാളികൾ ഈ അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഈ മായന്നൂർ പീസിൻ്റെ കീഴിൽ തന്നെ ഉണ്ട് 10-200 ചില്ലാനം തൊഴിലാളികൾ. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള സേവന വേതന വ്യവസ്ഥയാണ് ഞങ്ങൾക്ക്. വളരെ തുച്ഛമായിട്ടുള്ള കൂലിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിലിപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് തരുന്നത് മിനിമം വേജസ് ആണ്. ആ മിനിമം വേജസ് ഇപ്പോൾ കിട്ടിയിട്ട് 14.5 മാസത്തോളമായി. ഇതുവരെ അതിന് യാതൊരുവിധ നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ നെയ്ത്തിലുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുണ്ട് നെയ്ത് 500 ചില്ലാനം രൂപയാണ് കൂലി. അത് ഞങ്ങൾ 2 പേര് കൂടിയിട്ടാണ് ഒരു തറയിലിരുന്ന് നെയ്യുന്നത്. അത് പകുതിയാണ് ഇവിടെ കിട്ടുള്ളൂ. പകുതിയാണ് ഈ മിനിമം വേജസ് പറഞ്ഞിട്ട് ഗവൺമെൻറ് പാസ്സാക്കി തരുന്നത്. അതിപ്പോൾ ഈ 14 മാസമായിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു ദിവസം ഒരു മുണ്ട് കൂടുതൽ സ്പീഡുള്ളവരൊക്കെ ആണെങ്കിൽ 1.5 മുണ്ട്. നേരെ മറിച്ച് അത് മഴയൊന്നും പെയ്യുമ്പോൾ സാധിക്കില്ല. നമുക്ക് മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. തറയിറങ്ങിയിട്ടും അതൊക്കെ ആയിട്ട് പറ്റില്ല. നല്ല വെയിലുള്ള സമയത്താണെങ്കിലാണ് 1.5 മുണ്ട് നെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ ഉള്ളവർ തന്നെ ഏകദേശം 25-30 വർഷമായവരാണ് ഇപ്പോൾ ഇവിടെ കാണുന്നവർ മുഴുവൻ. ഇതിൽ ഇനിയിപ്പോൾ പുതിയ ഒരാൾക്കാരും ഇതിന് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അവസ്ഥ അങ്ങനെയായ കാരണം കൊണ്ട് ഒരാൾ പോലും പുതിയതായിട്ട് ഇവിടെ വരുന്നില്ല. ഞങ്ങളുടെയൊക്കെ ഇത് കഴിഞ്ഞ് ഇതൊക്കെ പൂട്ടേണ്ടി വരും എന്നാണ് തോന്നുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് പൂട്ടാതെ എങ്ങനെയെങ്കിലും എത്രയും തൊഴിലാളികൾ വനിതകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള കീഴിൽ ഇത് എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. സാധാരണ ഈ ഇലക്ഷൻ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ തൊഴിലാളികൾക്കും എല്ലാവർക്കും എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണതാണ്. അതുപോലും ഞങ്ങൾക്ക് ഈ ഖാദി തൊഴിലാളികൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ക്ഷേമനിധിയിലേക്ക് എഴുതി ഞങ്ങൾക്ക് വെൽഫെയർ ഫണ്ട് പിടിക്കുന്നുണ്ട്. അത് എഴുതി കൊടുത്തവർക്ക് 4-5 കൊല്ലമായിട്ട് എഴുതി കൊടുത്തവർക്കും ഇതുവരെ അത് പാസ്സായിട്ടില്ല. അത് ആരുടെ കുറ്റം കൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ 42 വർഷത്തോളമായി ഞങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾക്കതൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കത് വളരെ ഒരു ഉപകാരമായിരുന്നു. ഒരു തുച്ഛമായി മാസം ഇല്ലെങ്കിലും വേണ്ടില്ല. ഞങ്ങൾക്കൊരു 3 മാസം കൂടുമ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരമാണ്. കാരണം ഞങ്ങൾ നിസ്സാര പൈസയ്ക്കാണ് ഞങ്ങൾ വന്നിട്ട് ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ. അപ്പോൾ ഞങ്ങൾക്കത് അങ്ങനെ ചെയ്തു തരികയാണെങ്കിൽ വളരെ ഉപകാരമാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മൂലമാണോ ഞങ്ങളുടെ അസോസിയേഷൻ്റെ അനാസ്ഥയാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ മിനിമം വേജസ് പാസ്സാക്കി തരും വേണം. അതുപോലെ ഞങ്ങൾ ഈ വെൽഫെയർ ഫണ്ട് അസോസിയേഷൻ്റെ കീഴിലുള്ള വെൽഫെയർ, അതായത് ഞങ്ങൾ 3 വിഹിതമാണ് ഞങ്ങൾക്ക് പിടിക്കുന്ന പൈസ അസോസിയേഷൻ സ്ഥാപന വിഹിതമുണ്ട്. അതുകൂടാതെ ക്ഷേമനിധി നിന്നും തരുന്നുണ്ട്. അപ്പോൾ ഈ 1958 മുതൽ ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ വിഹിതം, ഞങ്ങൾ പണിയണേൻ്റെ വിഹിതം, സ്ഥാപന വിഹിതം അങ്ങോട്ട് ക്ഷേമനിധിയിലേക്ക് അടച്ചിട്ടില്ല. അത് കാരണം കൊണ്ട് ഈ വെൽഫെയർ എഴുതി കൊടുക്കുന്ന കുറേ പേർക്ക് വെൽഫെയർ കിട്ടിയിട്ടില്ല. പിന്നെ 2018 മുതൽ കിട്ടിയിട്ടില്ല. അതുപോലെ സ്ഥാപന വിഹിതം ഇത് വേണ്ടാന്ന് വെച്ച് പോയവരും 60 വയസ്സ് കഴിഞ്ഞ് എഴുതി കൊടുത്ത സ്ഥാപന വിഹിതം കിട്ടാനുള്ളവരുണ്ട് ഇതുപോലെ വെൽഫെയർ. കാരണം നമ്മുടെ ഒരു വിഹിതം സ്ഥാപനത്തിൻ്റെ കൂട്ടിട്ട് നമുക്ക് 60 വയസ്സ് കഴിഞ്ഞ് അവർ ഞങ്ങൾക്ക് തരണം. അത് പിരിഞ്ഞു പോകുമ്പോൾ തരണം. അത് 5 വർഷത്തോളമായി എഴുതി കൊടുത്തിട്ട് അതും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എത്ര ദൂരത്തുനിന്ന് എത്ര കിലോമീറ്റർ നടന്ന് വരുന്ന വ്യക്തികളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോഴും ഞങ്ങൾ വരുന്നുണ്ട് ഈ നടന്നിട്ട്. കാരണം ഒരു വണ്ടി വിളിച്ച് വരാനുള്ള ഇത് ഞങ്ങൾക്കില്ല. അങ്ങനെ വിളിച്ച് വരികയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒന്നും കൊണ്ടുപോകണ്ടാവില്ല. അത് തുച്ഛമായ ഒരു വരുമാനമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു ടാർജറ്റ് എത്തിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ 4900 സംതിങ് ഉള്ളൂ. ഞങ്ങൾക്കൊരു മാസം കിട്ടുന്ന വേതനം ഉള്ളൂ. അപ്പോൾ അതിലും കുറവ് പൈസയ്ക്കാണ് ഇതിൻ്റെ ഉള്ളിൽ പണിയണ. കാരണം വയസ്സുമായി അങ്ങനെ വ്യക്തികൾ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു മിനിമം വേജസും കൂടി കിട്ടാതെ ആയി കഴിഞ്ഞ അവസ്ഥയും കൂടി ഞങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഈ പരാതി സമരം കളക്ടറേറ്റിൻ്റെ മുന്നിൽ
അങ്ങനെ കുറേ സമരങ്ങളും അങ്ങനെ എങ്ങനെ ഞങ്ങളിങ്ങനെ ചെയ്യാത്തില്ല. അതുപോലെ ചാനലുകാരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്നും സങ്കടമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇത് വിളിച്ചിട്ട് അവരെ അടുത്ത് പരാതി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എവിടുന്ന് ഒരു അനുകൂലമായ മറുപടി അല്ലെങ്കിൽ അതിൻ്റെതായ വിഹിതം ഞങ്ങൾക്ക് കിട്ടാൻ ഇന്ന് വരെ അവരത് ചെയ്ത് തന്നിട്ടില്ല. 42 വർഷമായി വരാൻ തുടങ്ങിയിട്ട്. പ്രായമായി, പക്ഷെ നമുക്ക് ജീവിക്കണ്ടേ, ആരുമില്ല. അപ്പം അങ്ങനെ വന്നിട്ട് പണിയെടുത്ത് പോകണം. 8 മണിക്ക് വന്നാൽ 9 മണിക്കാണ് വരിക. 4 കുന്ന് കയറണം. അങ്ങനെയൊക്കെ വിഷമാണ്. അപ്പോൾ വയ്യാതെ 3 മാസം കിടന്നു. പക്ഷെ മാറിയപ്പോൾ വീണ്ടും നമ്മൾക്കിത് കളയാൻ കഴിയില്ല. അത്രയും സ്വർഗ്ഗമാണെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. 42 വർഷമായി വരാൻ തുടങ്ങിയിട്ട്. കൈ വിറയ്ക്കും, കാല് വിറയ്ക്കുകയൊക്കെ ചെയ്യും. എല്ലാവരും കുട്ടികൾ പറയുമ്പോൾ സന്തോഷമായിട്ട് പോകണം. നമ്മൾ പോകുന്നവരെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം. നമുക്ക് കിട്ടേണ്ട പൈസ നമുക്ക് കിട്ടിയിരിക്കണം. അത്രയും വിഷമത്തിലാണ്. നമുക്ക് ആരും ഇല്ല. എന്നാലും മരണം ഒരു പരിഹാരമല്ലല്ലോ, ജീവിതമാണല്ലോ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് വരുന്നതാണ്. 16 പേരാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. അതിൽ 100 പേരുണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ പോലെ ശമ്പളമൊന്നും ഇല്ല, കൂലിയൊന്നും നേരവണ്ണം കിട്ടാത്ത കാരണമാണ് അവരെല്ലാവരും പിരിഞ്ഞു പോയത്. പിന്നെ ഞങ്ങൾക്ക് 14.5 മാസമായി കിട്ടിയിട്ട്, മിനിമം വേജസ് കിട്ടിയിട്ട്. പിന്നെ സ്കൂൾ തുറന്ന കിട്ടേണ്ടതായിരുന്നു. സാധാരണ അങ്ങനെ കിട്ടാറുണ്ട്. ഓണം, വിഷു, പിന്നെ ക്രിസ്മസ്, ഈ 3 മാസത്തിലാണ് ഞങ്ങൾക്ക് കിട്ടൽ. ഇതിപ്പോൾ അങ്ങനെ ഇല്ല. ഇനിയിപ്പോൾ എന്താ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് 10 രൂപ എന്തെങ്കിലും അവരുടെ ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും ഞങ്ങളുടെ കയ്യിലില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ഞങ്ങൾ 18 വർഷമായി ഞങ്ങൾ വരാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഇതേപോലെ ആരോടാ ചോദിക്കേണ്ടതെന്നും ആരോടാ പറയേണ്ടതും ഞങ്ങൾ അത്യാവശ്യം അറിയാവുന്ന സ്ഥലത്തേക്കൊക്കെ വിളിക്കാറുണ്ട്. തിരുവനന്തപുരത്തേക്ക് വിളിക്കാറുണ്ട്, തൃശ്ശൂർക്ക് വിളിക്കാറുണ്ട്, കുറേ സ്ഥലം. അവിടെ നിന്നൊക്കെ ഞങ്ങൾ നോക്കാം, ഞങ്ങൾ അവിടെ അന്വേഷിക്കുക. പിന്നെ അങ്ങനെ പറഞ്ഞ് അവർ ഒഴിയാണ്. പിന്നെ പറയും 6 മാസത്തെ പാസ്സായിട്ടുണ്ട് പറയും. ഇപ്പോൾ 6 മാസം പാസ്സായിട്ടുണ്ട് പറഞ്ഞ ആൾക്കാരും ഇപ്പോൾ ഒന്നും പറയണില്ല. പിന്നെ 1000 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടാണ്ടെങ്കിൽ ആകെ കിട്ടുന്നത് 250 രൂപ. ബാക്കി 750 രൂപ അവരെ കൈ പിടുത്താണ്. പക്ഷേ അത്രയും ഞങ്ങളുടെ കൂടുതൽ പൈസ പിടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കപ്പോൾ ഒരു 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഞങ്ങളുടെ കയ്യിൽ എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയുള്ളൂ. ഞങ്ങൾ ഓഫീസിൽ മാഷോടും ടീച്ചറോടും ചോദിക്കുമ്പോൾ പറയും ഞങ്ങളുടെ കയ്യിൽ അവർ തരാനുള്ള പൈസ ഞങ്ങൾക്ക് തരുന്നുണ്ട്, ഇത് ഗവൺമെൻറ്റിൽ നിന്നാണ് കിട്ടേണ്ടത് പറയും. പക്ഷേ അവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾ അത്യാവശ്യം അറിയാവുന്ന രീതിയിൽ എല്ലാവർക്കും വിളിച്ച് അന്വേഷിക്കും. വരുന്നൊരു സംഖ്യയുണ്ട്, MMDA പറയും, അത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഉഴപ്പിക്കൊണ്ടാ സാർ. ഞങ്ങൾ ഓഫീസിലോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ നിങ്ങൾക്ക് ജൂൺ തൊട്ടിട്ട് ഫെബ്രുവരി വരെ മിനിമം വേജ് ചെക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷയല്ലോ സാർ. പക്ഷേ അതെല്ലാം കെട്ടടങ്ങി. വേജസ് പറഞ്ഞല്ലോ, ടോപ്പ് പണിക്കാർക്ക് നൂൽപ്പിൽ 5000 രൂപ തികച്ച് കിട്ടില്ല സാർ. 4920 രൂപ പ്ലസ് ഒരു ഹോളിഡേ വന്നാൽ 24 കഴിയുടെ പൈസ ഒരു കുറയ്ക്കും. ഞങ്ങൾ ഒരുവിധം ഒപ്പിക്കണ ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഈ മാസം 24 കഴി കുറച്ചു, 4720. അത്രയും ഹാർഡായിട്ട് വർക്ക് ചെയ്യണം സാർ. ഞങ്ങളുടെ അറിയാലോ, അപ്പോൾ കണ്ടില്ലേ സാറുമാർ പിടിച്ച് കണ്ടില്ലേ. അപ്പോൾ അതാണ് ഞങ്ങളുടെ വരുമാനം. അത് 3-4 ആൾക്കാർക്ക്, അവർക്കൊന്നും അതില്ല. എല്ലാവർക്കും ഒരേപോലെ പണിയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ സാധനങ്ങളുടെ വിലയും എല്ലാം കൂടി പ്ലസ് ഇൻകം സപ്പോർട്ട് സ്കീം എന്നാണ് ഗവൺമെൻറ്റിൽ തരുന്ന കാശിന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ 14.5 മാസത്തെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. 14.5 മാസത്തെ സാർമാരൊന്ന് ചിന്തിക്കണം. അതും കൂടെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ, അത് 14.5 മാസത്തെ ഇതുവരെ ഈ സ്കൂൾ തുറന്നിട്ട് പോലും ഒരു 3 മാസത്തെ പോലും ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് അംഗീകരിച്ച് തന്നിട്ടില്ല. ഈ സങ്കടം ഞങ്ങൾ ആരോടെ പറയുക സാർ? ഞങ്ങൾ ആരോടത് പറയേണ്ടത്? ഇതുവരെ എല്ലാ മേഖലകളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങളെ മാത്രം അവർ ശ്രദ്ധിക്കുന്നില്ല. അതെന്താണ്? ഈ അവഗണന എന്തുകൊണ്ടാണ് ഞങ്ങളോട് ചെയ്യണമെന്ന്, ഈ ഗവൺമെൻറ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല.
3-4 ആൾക്കാരാണ് ഇപ്പോൾ ഈ 4,920 രൂപ മേടിക്കണം എന്നുള്ളവരുള്ളൂ കേട്ടോ. അതും കറക്റ്റ് 8:30 വന്ന് ഹാൻഡിൽ പിടിച്ചാ. സാർ കണ്ടതല്ലേ, അതെല്ലാവർക്കും സാധിച്ചെന്ന് വരുമോ? എല്ലാവരും ഒരേ വീട്ടിൽ നിന്നല്ലല്ലോ, ഒരേ ദൂരമല്ലല്ലോ. അപ്പം അത്രയും പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്ന ആൾക്കാരാണിത്. അപ്പം ഞങ്ങളുടെ ഗവൺമെൻറ് തരുന്നതും ഓഫീസ് തരുന്നത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് തരുന്നുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ വക കാര്യങ്ങൾ ഇങ്ങനെയാണ് 14.5 മാസം. അതാ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്. ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.